നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനലിസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. PDF സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. സോ PDF സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള ആംഗിളിലേക്ക് എടുക്കുമ്പോഴാണ് നമുക്കത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ രണ്ടാമത്തെ ടോപ്പിക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് വളരെയധികം പ്രിലിംസിന് ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാവുന്നതാണ്. എസ്പെഷ്യലി ആ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യമാണ്. സോ ഇത് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിന് രണ്ടാമത്തെ ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത്തെ ടോപ്പിക്ക് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇന്നത്തെ പത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, കോർ ഇൻഫ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ടും ആ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ പഠിക്കുന്ന പ്രിലിംസിൻ പെർസ്പെക്റ്റീവിലായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 ടോപ്പിക്കിനകത്ത് ഫസ്റ്റ് ടോപ്പിക്സ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലും ബാക്കി രണ്ടെണ്ണം ഈ പറഞ്ഞ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ 3 ടോപ്പിക്കും വളരെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ലാസ്റ്റ് ഇതിൽ നിന്നൊരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു പ്രിലിംസ് ബേസ്ഡ് MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. സോ ദ PDS ഇമ്പാക്ട് ഓൺ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. എപ്പോഴും ഒരു വാർത്ത വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഹെഡ്ലൈനകത്ത് കീ വേർഡുകൾ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ള കാര്യം ഇതിനു മുമ്പ് നമ്മൾ DNA ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് കീ വാക്കുകൾ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ PDS എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള വേർഡ്. പിന്നെ രണ്ടാമത്തെ വാക്കാണ് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് വാക്കുകളെ ചുറ്റിപ്പറ്റിയാണ് അല്ലെങ്കിൽ ഈ രണ്ട് വാക്കുകളെ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളോട് മെയിൻലി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ ആദ്യമേ തന്നെ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്ന PDS എന്നുള്ളതിനെ കുറിച്ചാണ്. PDS എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളതാണ് PDS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മലയാളത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ പൊതുവിതരണ സംവിധാനം എന്ന് ബേസിക്കലി നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെയൊക്കെ വീടുകളുടെ അടുത്തുള്ള റേഷൻ ഷോപ്പുകളുടെ മറ്റൊരു പേരാണ് ഫെയർ പ്രൈസ് ഷോപ്പുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഫെയർ പ്രൈസ് ഷോപ്പുകൾ. അപ്പം ഈ ഫെയർ പ്രൈസ് ഷോപ്പുകൾ അഥവാ റേഷൻ ഷോപ്പുകളൊക്കെ തന്നെ ഏതിന്റെ ഭാഗമാണ്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ വിതരണ സംവിധാനത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ PDSുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, എന്തിനാണ് PDS സിസ്റ്റം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാം. അതായത് PDS സിസ്റ്റം ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് 1960s കാലഘട്ടത്തിലാണ്, 1960 കാലഘട്ടത്തിലാണ്. കാരണം ആ ഒരു ടൈം പീരീഡ് ഒക്കെ ആയപ്പോഴേക്കും ഇവിടെ പൊതുജീവിതത്തിൽ, അതായത് ജനങ്ങളുടെ ഈ പറഞ്ഞ പോലെ പൊതുവായിട്ട് അവർക്ക് ജീവിക്കാനായിട്ടുള്ള ചെലവുകൾ വലിയ രീതിയിൽ ഉയരുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് ഫുഡ് ഇൻഫ്ലേഷൻ, സാധനങ്ങളുടെയൊക്കെ ആണെങ്കിലും വില വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയപ്പെടുന്നത്. അത് ഫുഡ് ഇൻഫ്ലേഷൻ, അതായത് നമ്മുടെ ആഹാര സാധനങ്ങൾ എസ്പെഷ്യലി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സീരിയൽസ്, പൾസസ് ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ തന്നെ, അതായത് നമ്മൾ നിത്യോപയോഗ ജീവിതത്തിൻ്റെ നമ്മുടെ ഭാഗമായിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ആവശ്യം വേണ്ടുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള വസ്തുക്കളുടെ വില ഉയരുന്നത് ഇവിടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ സാധനങ്ങൾക്ക് വില ഉയരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പം വാങ്ങാൻ ശ്രമിക്കുകയോ വാങ്ങാതിരിക്കാനായിട്ടായിരിക്കുമോ കൂടുതൽ ശ്രമിക്കുന്നത്. ഒബ്വിയസ്ലി ഈ പറഞ്ഞ നോർമൽ കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾ ഈ പറഞ്ഞ പതുക്കെ അതിനൊക്കെ വാങ്ങുന്നത് പതുക്കെ കുറയും. കാരണം സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൺസംഷൻ അതിനനുസരിച്ച് കുറയും. സോ പക്ഷെ നമ്മൾ പറഞ്ഞു ഈ എസെൻഷ്യൽ ആയിട്ട് വേണ്ടുന്ന വസ്തുക്കളുടെ കൺസംഷൻസ്, അതായത് ഇൻടേക്ക് മീൻസ് അത് കഴിക്കുന്നത് ജനങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ ആരോഗ്യത്തിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഏതൊരു രാജ്യത്തും കൃത്യമായിട്ടും വേണ്ടത് ജനങ്ങൾ ആരോഗ്യപൂർണ്ണമായിരിക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് ആവശ്യം. കാരണം ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് എക്കണോമിക്കലി പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കുമാണ് 1960 എന്തുകൊണ്ട് സർക്കാർ ഇടപെട്ടിട്ട്, മീൻസ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഈ പറഞ്ഞ പോലെ ടാക്സ് രൂപേണ നമ്മൾ പൈസ പിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസയൊക്കെ ഉപയോഗിച്ചിട്ട് പൊതുജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മിതമായ നിരക്കിൽ ഈ ധാന്യങ്ങളൊക്കെ തന്നെ എത്തിച്ചു നൽകാൻ നമുക്ക് സാധിക്കുവാണെങ്കിൽ വിലക്കയറ്റത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും സാധിക്കും. ഈ ആവശ്യം വേണ്ടുന്ന വസ്തുക്കൾ ഈ പറഞ്ഞ പോലെ ഒരു നിശ്ചിത അളവിൽ എല്ലാ മാസവും ജനങ്ങൾ ഈ പറഞ്ഞ പോലെ ആഹാര സാധനങ്ങളായി അവർക്ക് കിട്ടുകയും ചെയ്യും. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി പറഞ്ഞ പോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് 1960s PDS എന്നുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇവിടെ റൺ ചെയ്യാൻ തുടങ്ങി എന്നുള്ള കാര്യം ഓർക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ ദ 1960s ദ PDS സിസ്റ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ റെസ്പോൺസ് ടു ദ ലാക്ക് ഓഫ് ഫുഡ് ആൻഡ് റൈസിംഗ് കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ തൊട്ടും പറഞ്ഞതാണ്. ആൻഡ് ദ പ്രോഗ്രാം ഈസ് ക്യാരിഡ് ഔട്ട് ബൈ എ നെറ്റ്വർക്ക് ഓഫ് ഫെയർ പ്രൈസിംഗ് ഷോപ്സ്, അഥവാ റേഷൻ ഷോപ്പിന് മറ്റൊരു പേരാണ് ഫെയർ പ്രൈസ് ഷോപ്പ്, വിച്ച് പ്രൊവൈഡ് ഫുഡ് ആൻഡ് അതർ നെസസിറ്റീസ് ടു ദ അണ്ടർ പ്രിവിലേജ് ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്. അതായത് ഇതിലൂടെ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന, അതായത് പുവർ കാറ്റഗറി അല്ലെങ്കിൽ പൂറസ്റ്റ് ഓഫ് ദ പുവർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിലൂടെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒരു ഗവൺമെന്റ് റൺ ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് നമ്മുടെ രാജ്യത്ത് പിന്തുടരുന്നുള്ളൊരു കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എസ്പെഷ്യലി റൈസ്, വീറ്റ്, ഷുഗർ, കെറോസിൻ, കുക്കിംഗ് ഓയിൽ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ ഈ പറഞ്ഞ പോലെ പൊതുവിതരണ സംവിധാനത്തിലൂടെ അഥവാ PDF സിസ്റ്റത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അറ്റ് റീസണബിൾ റേറ്റ്. ചില സമയങ്ങളിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ
ഈ പറഞ്ഞ പോലെ സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി പറയുവാണെങ്കിൽ കോവിഡിന്റെ സമയങ്ങളിലൊക്കെ തന്നെ ഇത്ര കിലോ ധാന്യങ്ങളൊക്കെ തന്നെ നമ്മൾ സൗജന്യമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചില സമയങ്ങളിൽ സൗജന്യമായിട്ട് ഇതിലൂടെ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു മിതമായ നിരക്കിൽ അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് റേറ്റ്, ഒരു റീസണബിൾ റേറ്റിലൂടെ ആയിരിക്കും ഇതിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വിഷൻ അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ, നാട്ടിൽ പൊതു സാധനങ്ങൾക്ക് വില ഉയരുന്ന ആ പശ്ചാത്തലത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു PDF സിസ്റ്റത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്, സർക്കാർ ആഗ്രഹിക്കുന്നുള്ള ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഇനി തിരിച്ച് നമുക്ക് ഈ വാർത്തയിലേക്ക് വരാം. ഈ വാർത്തയിലേക്ക് അടുത്ത് നോക്കിയാൽ PDF ഇമ്പാക്ട് ഓൺ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൗസ് ഹോൾഡ്, അതായത് വീടുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വേണ്ടുന്ന ചെലവുകളെയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞത് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ അഥവാ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ ബേസിക്കലി പറയുവാണെങ്കിൽ. ഇതിനെ പഠിക്കാനായിട്ട് നമ്മുടെ ഇവിടെ റീസെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുണ്ട്, നാഷണൽ സാമ്പിൾ സർവേ. ഈ പറഞ്ഞ പോലെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ കീഴിൽ ഈ പറഞ്ഞ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യാറ്. അതായത് ഓരോ വീടുകളിൽ ഈ പറഞ്ഞ പോലെ ആവറേജ് ലെവൽ ഇന്ത്യയിൽ ഓരോ വീടുകളിലും എത്ര രൂപ ചെലവാക്കുന്നുണ്ട്. കൺസംഷൻ മീൻസ് അവർ ആഹാര സാധനങ്ങൾക്കൊക്കെ ആയിട്ട്, ആഹാര സാധനങ്ങളുടെ ഫുഡിന്റെയും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ നോൺ ഫുഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എത്രയാണ് ഒരു വീട്ടിൽ ആവറേജ് ഒരു ദിവസം ചെലവാക്കുന്നത് അല്ലെങ്കിൽ മന്ത്ലി ചെലവാക്കുന്ന റിപ്പോർട്ടാണ് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ പബ്ലിഷ് ചെയ്യുന്ന ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ റിപ്പോർട്ട്. ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ റിപ്പോർട്ടിനകത്തൂടെ പബ്ലിഷ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കണം. അപ്പം ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് PDF സിസ്റ്റത്തിന്റെ ഇപ്പോഴത്തെ പോക്ക്. മീൻസ് PDF സിസ്റ്റം ഇന്ത്യയിൽ നല്ല രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്, അതോ അതിനകത്ത് എന്തെങ്കിലും ലൂപ്പ് ഹോളുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിനകത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പം എന്തായാലും അതിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പാകെ ഈ ഒരു കാര്യം കൂടെ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കൂടെ നടപ്പാക്കണം. അതായത് നമ്മൾ 1960s PDF സിസ്റ്റം നമ്മൾ നടപ്പാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സബ്സിഡൈസ്ഡ് നിരക്കിലെ സാധനങ്ങൾ എത്തിക്കാനായിട്ടൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചു. കുറച്ചും കൂടെ നമ്മൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ ആവശ്യകത വന്നു. അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മൾ ആർക്കാണോ ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ആർക്കാ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൂറസ്റ്റ് ഓഫ് ദ പൂറിലേക്കാണ് ഇത് എത്തിക്കേണ്ടത്. അവരിലേക്കായിട്ട് ഇത് എത്തുന്നില്ല. പലപ്പോഴും മറ്റു പല ആളുകളിലേക്ക് ഇത് എത്തുന്നതായിട്ട് സർക്കാരിന് തോന്നുകയുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒരു നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് 2013 ഗവൺമെന്റ് ഇങ്ങനെ ഒരു ആക്ട് പാസ്സാക്കുന്നത്, നോൺ ആസ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഓഫ് 2013. ഈ ആക്ടിലൂടെ ഗവൺമെന്റ് ലക്ഷ്യം വെച്ചത് റൂറൽ ഏരിയാസ് ആണെങ്കിൽ അവിടുത്തെ 75% ആളുകൾക്കും, റൂറൽ ഏരിയാസ് ആണെങ്കിൽ അവിടുത്തെ 75% ആളുകളിലേക്കും, അർബൻ ഏരിയാസ് ആണെങ്കിൽ അവിടുത്തെ 50% ആളുകളിലേക്കും ഈ ഒരു എന്താ പറയുക പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന്റെ ബെനിഫിറ്റ് കൃത്യമായിട്ട് എത്തിയിരിക്കണം. അതായത് ആ സബ്സിഡൈസ്ഡ് നിരക്കിൽ റൂറൽ ഏരിയാസിലെ 75% ആളുകളിലേക്കും അർബൻ ഏരിയാസിലെ മിനിമം 50% ആളുകളിലേക്കും ആ ബെനിഫിറ്റ് എത്തിക്കാനായിട്ട് സാധിക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ റൂറൽ ഏരിയാസിലെ 75% ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അർബൻ ഏരിയാസിലെ ഈ 50% ആൾക്കാരെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മുടെ BPL ഫാമിലീസ്, BPL ബിലോ പോവർട്ടി ലൈനിൽ ഉൾപ്പെടുന്ന ആൾക്കാരായിരിക്കണം. അല്ല എങ്കിൽ 2011 ഇവിടെ പബ്ലിഷ് ചെയ്യപ്പെട്ട നമ്മുടെ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിന്റെ ഡേറ്റ പ്രകാരം ഈ പറഞ്ഞ പോലെ പൂർ എന്നുള്ള കാറ്റഗറി ഉൾപ്പെടുന്ന ആൾക്കാരെയാണ് ഇതിലേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കണക്കുകൾ ഉപയോഗിച്ച് ഈ പറഞ്ഞ BPL ഈ പറഞ്ഞ വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിൽ ഉൾപ്പെടുന്ന പൂർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ റൂറൽ ഏരിയാസിലെ 75%-ത്തിനകത്തും അർബൻ ഏരിയാസിലെ 50%-ത്തിനകത്തും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ആക്ട് ഒക്കെ എന്തിനാണ് നമ്മൾ പാസ്സാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആർട്ടിക്കിൾ 21 ഒരുപാടധികം ഈ പറഞ്ഞ പോലെ തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ്. അപ്പോൾ റൈറ്റ് ടു ലൈഫിന്റെ കീഴിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏതും കൂടെ വരുന്നുണ്ട്, റൈറ്റ് ടു ഫുഡ് എന്നുള്ള, അല്ലെങ്കിൽ റൈറ്റ് ടു ഫുഡ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർട്ടിക്കിൾ 21 കീഴിൽ റൈറ്റ് അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആണ്. അതിന്റെ കീഴിലേക്ക് ഇപ്പോൾ ഏതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ടു ഫുഡ് ആൻഡ് അതർ ബേസിക് നെസസിറ്റീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഏത് ആക്ട് പാസ്സാക്കിയത്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഇത്രയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ള. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള ഈ ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ സർവേ റിപ്പോർട്ടിന്റെ പശ്ചാത്തലമാണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കേട്ടോ, ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേയുടെ 2023-24 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പ്രകാരം നോക്കിയും ഇന്ത്യയിൽ ഒരു റൂറൽ ഏരിയയിലുള്ള ഒരു ആള് ശരാശരി ഈ പറഞ്ഞ മന്ത്ലി ഇവിടെ എക്സ്പെൻഡിച്ചർ, ഫുഡിന്റെ കാര്യത്തിലേക്ക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 1750 രൂപയാണ്. അതായത് ആളുടെ മൊത്ത വരുമാനത്തിൽ ഒരു മാസം എത്രയാണോ ആൾക്ക് വരുമാനം കിട്ടുന്നത് അതിന്റെ 46% ആൾ ഏതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത്, ഫുഡ് കാര്യങ്ങൾ മീൻസ് ആഹാര സാധനങ്ങൾ വാങ്ങുന്നതിലേക്കാണ്. ഇനി അർബൻ ഏരിയയിലാണെങ്കിൽ അത് എത്രയിലേക്കാണ്, 39%. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ PDF സിസ്റ്റം റൺ ചെയ്യുന്നതിന് മീൻസ് PDF സിസ്റ്റം തുടങ്ങിയതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞ് ഓർക്കുന്നുണ്ടാവും അല്ലെ. ആളുകൾ ഈ പറഞ്ഞ പോലെ വിലക്കയറ്റത്തിൽ നിന്ന് വരെ സംരക്ഷിക്കുക, പിന്നെ അവരുടെ വരുമാനത്തിന് നല്ലൊരു പങ്ക് ഫുഡിലേക്ക് മാത്രം പോകുന്ന കുറയ്ക്കുക. മീൻസ് ഈ പറഞ്ഞ ഫുഡിലേക്ക് വേണ്ടിയിട്ട് അവരുടെ ചിലവ് കുറച്ച് കഴിഞ്ഞാൽ മറ്റ് സാധനങ്ങൾ വാങ്ങാനായിട്ട് എക്സ്ട്രാ അവരുടെ കൈകളിൽ പൈസ ഉണ്ട്. അപ്പം 100 രൂപ ഒരു ദിവസം വരുമാനമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു, ശരിക്കും ഈ PDF സിസ്റ്റം വരുന്നതിന് മുമ്പ് ആളുടെ ചിലവായിക്കൊണ്ടിരുന്നത് 60-65 രൂപയൊക്കെയാണ് ഫുഡിലേക്ക് വേണ്ടി മാത്രം ചിലവാകുന്നത്. അപ്പം ബാക്കി ആളുടെ കയ്യിൽ ഒരു സേവിങ്സ് നിലയിൽ എത്ര മാത്രമേ ഉള്ളൂ, ഒരു ഈ പറഞ്ഞ പോലെ 35 രൂപ അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ 40 രൂപ ഉണ്ടാവുള്ളൂ. ഈ പ്രശ്നം പരിഹരിച്ചിട്ട് ആളുടെ ഈ പറഞ്ഞ പോലെ ടോട്ടൽ വരുമാനത്തിൽ നിന്നും നമ്മൾ
ഫുഡിലേക്കായിട്ടുള്ള കൺസംഷൻ ഒരു 30 രൂപയിലേക്ക് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി 70 രൂപ ആളുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് നിന്നോളും, അല്ലെങ്കിൽ ആ സേവിങ്സ് ആണ് മറ്റ് പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ആൾ ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി ഈ പറഞ്ഞ കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ കുടുംബത്തിലെ ആളുകളുടെ ആരോഗ്യം, ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ബാക്കി 70 രൂപ ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പി ഡി എസ് സിസ്റ്റം റൺ ചെയ്ത് തുടങ്ങിയത് തന്നെ. പക്ഷേ ഇപ്പോൾ ഈ പി ഡി എസ് സിസ്റ്റം ഇവിടെ റൺ ചെയ്ത് ഇത്ര വർഷങ്ങളായിട്ട് നോക്കിയാൽ പോലും എത്ര രൂപ റൂറൽ ഏരിയാസ് ചിലവാകുന്നുണ്ട്? 46%. 100 രൂപ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ 46 രൂപ ഫുഡ് ഐറ്റത്തിൻ്റെ കൺസംഷന് വേണ്ടിയിട്ട് മാത്രം പോകുന്നുണ്ട്. ആൻഡ് ദിസ് ഷോസ് ദാറ്റ് അവർ പി ഡി എസ് സിസ്റ്റം ഇസ് നോട്ട് വർക്കിംഗ് ആക്യുറേറ്റ്ലി ഇൻ വാട്ട് മീൻസ് ഇറ്റ് വാസ് നീഡഡ്. അതായത് എന്താണോ അതിന് വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഏത് ലെവലിലായിരുന്നോ വേണ്ടിയിരുന്നത്, നടപ്പാക്കേണ്ടിരുന്നത്, ആ ലെവലിലേക്ക് ഇപ്പോൾ കറന്റ് അത് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എറേഴ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് പറയാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ആണ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എറേഴ്സ്. ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എറേഴ്സ് എന്ന് സൂചിപ്പിക്കും. എന്താ ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എറേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻക്ലൂഷൻ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വരേണ്ടിയിരുന്ന ആൾക്കാരല്ല, പറഞ്ഞാൽ പൂർ അല്ലെങ്കിൽ BPL ഫാമിലീസ് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇതിനകത്തോട്ട് കൂടുതൽ ഉൾക്കൊള്ളിക്കേണ്ടത്. പക്ഷെ അതല്ലാതെ വേറെ എന്തെങ്കിലും അനർഹർ ഇതിന്റെ പട്ടികയിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇൻക്ലൂഷൻ എറർ എന്ന് പറഞ്ഞാൽ. എക്സ്ക്ലൂഷൻ എറർ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വരേണ്ട ആൾക്കാർ തന്നെയാണ്, പക്ഷെ അവർ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതാണ് എക്സ്ക്ലൂഷൻ എറർ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എറേഴ്സ് വരുന്നതും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. പി ഡി എസ് സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ആകാത്തതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് തന്നെയുണ്ട്. സോ അതാണ് ഇതിനകത്ത് ഏറ്റവും. പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പി ഡി എസ് സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുന്ന ധാന്യങ്ങൾ വളരെ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. ഇപ്പം വീറ്റ് അല്ലെങ്കിൽ റൈസ് ഒക്കെയാണ് മോസ്റ്റ്ലി നമുക്ക് കിട്ടുന്നത്. അല്ലാതെ മറ്റ് പല ധാന്യങ്ങളിലേക്ക് കിട്ടുന്നത് വളരെ കുറവ്. അതുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ വീറ്റും റൈസും മാത്രമല്ല, മറ്റു പല ഫുഡ് ഐറ്റംസ് ഈ പറഞ്ഞ പോലെ നമുക്ക് കടയിൽ പോയി വാങ്ങേണ്ടത് കാരണം തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഫുഡ് എക്സ്പെൻഡിച്ചർ വർദ്ധിച്ച് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പോയിന്റ്. പിന്നെ അടുത്ത പോയിന്റാണ് ഈ പി ഡി എസ് സിസ്റ്റത്തിലൂടെ നമ്മുടെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ തന്നെ സർക്കാർ ഇവിടെ കർഷകരുടെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്ന, ഈ പ്രൊക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് MSP എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ടാവും. മിനിമം സപ്പോർട്ട് പ്രൈസ് ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രൊക്യൂർ ചെയ്യാണ്ട് നിലവിൽ പറയുവാണെങ്കിൽ 22 ക്രോപ്പുകളുണ്ട്. 22 ക്രോപ്പ് പ്ലസ് 1 ഷുഗർ കെയിനും കൂടെ ആഡ് ചെയ്ത് വരും. അതിന് FRP ആണ്. ബട്ട് MSP എന്ന് പറയുമ്പോൾ 22 ക്രോപ്പുകൾക്ക് നമ്മൾ MSP ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കർഷകനെ സംബന്ധിച്ച് 22 ക്രോപ്പുകളിൽ ഏറ്റവും ഹയസ്റ്റ് MSP കിട്ടുന്നതായിരിക്കും അവൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ ക്രോപ്പുകൾക്കിടയിൽ ഒരു ഡിസ്പാരിറ്റി ഉണ്ട് MSPയുടെ കാര്യത്തിൽ. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഈ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി കിട്ടുന്നത്, അല്ലെങ്കിൽ താരതമ്യേന ഇപ്പോൾ വീറ്റും റൈസും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ താരതമ്യേന കൂടുതൽ കിട്ടുന്ന റൈസും കാര്യത്തിനൊക്കെയാണ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ കൂടുതൽ കിട്ടുന്ന റൈസ് വീറ്റിനൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകൻ കൂടുതൽ ഇത് മാത്രം കൃഷി ചെയ്യുന്നു. ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും തന്നെ എന്ത് ചെയ്യത്തില്ല, കൃഷി ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊക്യൂർ ചെയ്യുന്നത് കൂടുതൽ ഏത് മാത്രമാകുന്നു? റൈസും വീറ്റും മാത്രം പ്രൊക്യൂർ ചെയ്യുന്നു. അത് മാത്രമേ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഫെയർ പ്രൈസ് ഷോപ്പുകളിലൂടെയൊക്കെ സർക്കാരിന് പി ഡി എസ് സിസ്റ്റത്തിന് അണ്ടറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അത് മാത്രമല്ല, പിന്നെ ഈ പ്രൊക്യൂർ ചെയ്യുന്നതും ഏകദേശം സർക്കാർ ടോട്ടൽ ഫുഡ് ഗ്രെയിൻസ് പ്രൊക്യൂർ ചെയ്യുന്നതിൻ്റെ 66% പ്രൊക്യൂർ ചെയ്യുന്ന ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊക്യൂർമെൻറ്റിൻ്റെ കാര്യത്തിൽ ആ വേരിയേഷൻസ് കാണിക്കുന്നതും പലപ്പോഴും ഗവൺമെൻറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊക്യൂർ ചെയ്യുന്നത് പലപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഗോഡൌണുകൾ കെട്ടി ഇത് നശിച്ചു പോകുന്നതൊക്കെ നമ്മൾ വാർത്തയിൽ കാണാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പി ഡി എസിൻ്റെ പോരായ്മകളായിട്ട് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ മെയിൻലി നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് പി ഡി എസ് സിസ്റ്റം എന്ന് പഠിക്കണം, പിന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ കുറിച്ച് പഠിക്കുക, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേയുടെ ഡേറ്റകളും കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ നമുക്ക് എക്സാമിന് പോയില്ല പഠിക്കേണ്ടായിരുന്നു. ഇപ്പം ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇത് പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവുള്ള ആർട്ടിക്കിളാണ്. കേരള ഉത്തരാഖണ്ഡ് ടോപ്പ് നീതി ആയോഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻഡെക്സ് ആൻഡ് ബീഹാർ ഇസ് എ വേഴ്സ്റ്റ് പെർഫോമർ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഉണ്ട്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ആരാണ്? നീതി ആയോഗ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നീതി ആയോഗ് ആനുവലി എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്നതാണ്. എല്ലാ വർഷം എന്ന് പറയുമ്പോൾ തുടങ്ങിയത് 2018 ഇത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. അവിടെ തൊട്ട് എല്ലാ വർഷവും ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് 2023-24 റിപ്പോർട്ടാണ് ഇപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇത് പബ്ലിഷ് ചെയ്യുന്നവരാണ് നീതി ആയോഗ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. എന്നിട്ട് ഈ വർഷത്തെ റിപ്പോർട്ടിനകത്ത് ഏറ്റവും ടോപ്പ് പെർഫോമർ ആരായിരുന്നു? ഉത്തരാഖണ്ഡും കേരളവും ഉത്തരാഖണ്ഡുമാണ് ഈ വർഷത്തെ ഇതിനകത്ത് ടോപ്പ് പെർഫോമർ സംസ്ഥാനങ്ങളായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ടോപ്പ് ഗെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡാണ്. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിനേക്കാളും 7 പോയിന്റ് ഉത്തരാഖണ്ഡിന് കൂടിയിട്ടുണ്ട്. കേരളത്തിനാണെങ്കിൽ 4 പോയിന്റാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് ഗെയിനർ ഉത്തരാഖണ്ഡാണ്. എന്നാൽ ടോപ്പ് പെർഫോമർ ആയിട്ട് പറയപ്പെടുന്ന ഉത്തരാഖണ്ഡും കേരളമാണ്. രണ്ടുപേർക്കും ഈ 79 പോയിന്റാണ് ഉള്ളത്. ബാക്കി അതിന് തൊട്ട് താഴെ കിടക്കുന്ന തമിഴ്നാടിന് 78 പോയിന്റാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ 100ലാണ് ഇതിൻ്റെ മാർക്ക് അവാർഡ് ചെയ്യുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളതിനെക്കുറിച്ച് ഇതിന് മുമ്പത്തെ DNA ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർക്കുന്നുണ്ടാവും. അതായത് 2015 UN-ന്റെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കിയിരിക്കുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഏകദേശം 17 ഗോളുകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ 17 ഗോളുകളും 2030 നമ്മൾ ഇവിടെ അച്ചീവ് ചെയ്യണമെന്ന് പറയപ്പെടുന്ന ഗോളുകളാണ്. അപ്പോൾ UN-ന്റെ നേതൃത്വത്തിൽ 2015
2015 കൊണ്ടുവന്നാണ് ഈ 17 ഗോളുകൾ പല പല മേഖല നോക്കി. ഒന്നെന്ന് പറഞ്ഞാൽ ഏത് ഗോളാണ്? നോ പോവർട്ടി അച്ചീവ് ചെയ്യാനായിട്ട്. രണ്ടെന്ന് പറഞ്ഞാൽ സീറോ ഹങ്കർ. അങ്ങനെ 17ാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. ഇതിന് വേണ്ടിയിട്ട് എല്ലാം ഒത്തൊരുമയായിട്ട് എല്ലാവരും പ്രവർത്തിക്കാം. ഇതെല്ലാം ആക്ച്വലി UN മുന്നോട്ട് വെച്ചപ്പോഴും ഇത് എന്താ പറയുക സ്ട്രിക്ട്ലി പറഞ്ഞ കമ്പൽസറി അല്ല. രാജ്യങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ 17 ഗോളുകളും 2030 ഈ പറഞ്ഞ വേണമെങ്കിൽ അച്ചീവ് ചെയ്യുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വോളണ്ടറി കോൺട്രിബ്യൂഷനാണ്. പക്ഷേ ഇത് നല്ലൊരു കാര്യമാണ്. കാരണം 2030 ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും കാഴ്ച. കാരണം ഫ്യൂച്ചർ ജനറേഷൻ കൂടെ കണക്കാക്കിക്കൊണ്ട് ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിന് വേണ്ടുന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം അത് ഏത് രീതിയിൽ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഇന്ത്യയിലെ ഓവറോൾ ഓരോ സംസ്ഥാനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള മെഷർ ചെയ്യാനായിട്ടുള്ള ഇൻഡെക്സ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സ്. അത് പബ്ലിഷ് ചെയ്യുന്ന നീതി ആയോഗ് എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ഉത്തരാഖണ്ഡും കേരളമാണ്. അത് തന്നെ ഏറ്റവും നന്നായിട്ട് രീതിയിൽ പെർഫോം ചെയ്യും. മീൻസ് ബെസ്റ്റ് ഗെയിനർ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ഇവിടുത്തെ ഈ വർഷത്തെ കീ ടേക്ക് വേസ് ഈ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങളുടെ രൂപത്തിൽ അതിനെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന രീതികൾ ഇത് തന്നെയാണ്. സോ ഇതിനകത്ത് സ്കോറുകൾ നോക്കുവാണെങ്കിൽ 2018 വെറും 57 സ്കോർ ആയിരുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തതിനകത്ത് എങ്ങോട്ടേക്ക് എത്തി? 71 എന്നുള്ള രീതിയിലേക്ക് എത്തി. ഇത് കഴിഞ്ഞ വർഷം 66 ആയിരുന്നു. അപ്പോൾ 66 നിന്നും 5 പോയിന്റ് ഈ വർഷം ഓവറോൾ നമുക്ക് ഇന്ത്യ നോക്കുമ്പോൾ 5 പോയിന്റ് വർധനവ് കാണാൻ പറ്റുന്നുണ്ട്. പ്രധാനപ്പെട്ട വർധനവ് കണ്ട ചില മേഖലകൾ ഒന്നാണ് ഹെൽത്ത് മേഖല. ഹെൽത്ത് മേഖലയിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ബെറ്റർ ഹെൽത്ത് ആൻഡ് ഇൻഷുറൻസ് കവറേജ് ആ ആംഗിളിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇമ്പ്രൂവ്മെന്റ് കാഴ്ചവെച്ച മേഖലയായിരുന്നു എഡ്യൂക്കേഷൻ മേഖലയിൽ നമ്മുടെ ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ലോവർ പ്രൈമറി ആണെങ്കിൽ 1:35 എന്നുള്ള 1:30 എന്നുള്ള റാങ്കിലൊക്കെയാണ് പലപ്പോഴും 1:30 ഒക്കെയാണ് പലപ്പോഴും നമ്മൾ നല്ലൊരു ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ, അതായത് ഒരു ടീച്ചർ 30 സ്റ്റുഡൻസ് എന്നുള്ള റാങ്കിലൊക്കെയാണ് പലപ്പോഴും ഒരു ബെറ്റർ ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ. ഇത്ര നാൾ നമ്മുടെ രാജ്യത്ത് ഇതായിരുന്നില്ല അവസ്ഥ. 1:35 അല്ലെങ്കിൽ 1:40 ആ റേഞ്ചൊക്കെ ആയിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പതുക്കെ ഈ പറഞ്ഞ പോലെ 1:30 അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ റിപ്പോർട്ടിനകത്ത് ബെറ്റർ ആയിട്ട് എടുത്ത് പറയുന്നത്. എഡ്യൂക്കേഷൻ ഹാസ് ഇംപ്രൂവ്ഡ് വിത്ത് ഹൈ ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ ദോ ടീച്ചർ ക്വാളിറ്റി സ്റ്റിൽ റിക്വയർസ് ടാർഗറ്റഡ് ഇന്റർവെൻഷൻസ്. ടീച്ചർ ക്വാളിറ്റിയിൽ ഈ പറഞ്ഞാൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇനി വിച്ച് ഏരിയ ഷോഡ് എ ഡിക്ലൈൻ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് ജെൻഡർ ഇൻഇക്വാളിറ്റി മേഖലയിൽ നമ്മുടെ ഇന്ത്യയുടെ ഓവറോൾ സ്കോർ താഴേക്ക് പോയി. ഇതിൽ തന്നെ നോക്കുകയാണ് ജെൻഡർ ഇൻഇക്വാളിറ്റി എന്ന് പറയുമ്പോഴേക്കും വേജിന്റെ കാര്യത്തിലാണ്. ഇവിടെ നോക്കിയേ സ്ത്രീകളും പുരുഷന്മാരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും ദ റേഷ്യോ ഓഫ് വുമൺസ് ഏണിംഗ് കമ്പയർ ടു മെൻസ് ഏണിംഗ് ഡ്രോപ്പ് സിഗ്നിഫിക്കൻറ്റ്ലി ഫ്രം 0.75% ടു 0.73. അതായത് ഇവിടെ കഴിഞ്ഞ വർഷം നോക്കുവാണെങ്കിൽ ഒരേ തൊഴിൽ സ്ത്രീയും പുരുഷൻ ചെയ്യുവാണെങ്കിൽ പുരുഷന്മാർക്ക് 100 രൂപ വരുമാനം കിട്ടുമ്പോൾ സ്ത്രീകൾക്ക് 75 രൂപയായിരുന്നു വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പം 100 രൂപ പുരുഷന്മാർക്ക് കിട്ടുമ്പോൾ എത്രയിലേക്ക് കുറഞ്ഞു? 73 രൂപയായി സ്ത്രീകൾക്ക് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഡിക്ലൈൻ, അത് ജെൻഡർ ഇൻഇക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഡിക്ലൈൻ വന്നിരിക്കുന്നു. അതിനെ എത്രയും പെട്ടെന്ന് നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയാം. അപ്പോൾ ഇതിനകത്ത് മെയിൻലി നോക്കേണ്ടത് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന രീതിയാവും. ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കാഴ്ചവെച്ചിരിക്കുന്നത് ഹെൽത്തും എഡ്യൂക്കേഷനുമാണ്. എന്നാൽ ഡിക്ലൈൻ താഴേക്ക് പോയത് ഇൻകം ആൻഡ് ജെൻഡർ ഇൻഇക്വാളിറ്റി. അതിൽ തന്നെ ജെൻഡർ ഇൻഇക്വാളിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ വുമൺസ് ഏർണിംഗ്സ് 0.75 ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷത്തെ എങ്ങോട്ടേക്ക് കുറഞ്ഞു? 0.73 കുറഞ്ഞു എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇതും പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. എക്കണോമിക്സിലെ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജൂൺ ഫുഡ് ഇൻഫ്ലേഷൻ ക്വിക്കൻസ് ടു 9.4%, റീറ്റെയിൽ പ്രൈസ് ഗെയിൻസ് റീബൗണ്ട് ടു 5.1%. അപ്പോൾ ഇത് ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇൻഫ്ലേഷനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഈ വാർത്തയുടെ ഒക്കെ ഹെഡ്ലൈൻ പോലെ ഇങ്ങനെ കാണുന്ന ഇൻഫ്ലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. ആക്ച്വലി നമുക്ക് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ്റെ റേറ്റ് പറഞ്ഞു നൽകാനായിട്ട് രണ്ട് ഇൻഡെക്സ് ഉണ്ട് അല്ലേ? ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തേൻ്റെ പേരാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ CPI ഇൻഡെക്സ്. രണ്ടാമത്തേൻ്റെ പേരാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഓർ WPI. ഇതിനകത്ത് എക്സാക്ട്ലി ഒരു കൺസ്യൂമറിൻ്റെ ആംഗിളിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്ത് തരുന്നതാണ് ഇത് CPI. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഒക്കെ തന്നെ മെഷർ ചെയ്യുന്ന ഏത് ഇൻഡെക്സ് കൂടിയാണ്? CPI ഇൻഡെക്സ് ആണ്. RBI ആണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ നാട്ടിലെ ഇൻഫ്ലേഷൻ ലെവൽ എത്രത്തോളം ആണെന്നുള്ളത് പരിശോധിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ഏത് തന്നെയാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പോൾ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കൺസ്യൂമറിൻ്റെ ആംഗിളിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്നത് 4 സ്റ്റേജസിലൂടെയാണ്. 4 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, 2 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ അഗ്രികൾച്ചർ ലേബർ, 3 കൺസ്യൂമർ ഇൻഡെക്സ് ഫോർ റൂറൽ ലേബർ ആൻഡ് ഇതെല്ലാം കൂടെ ഈ 3 കൂടെ ചേർത്തിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ റൂറൽ, അർബൻ ഓർ കമ്പൈൻ. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഈ ലാസ്റ്റ് CPI എന്നുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഫോം പബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ NSO ആണെന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. ഈ കമ്പൈൻഡ് ആയിട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യുന്ന ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയ്ക്ക് വിളിക്കുന്ന പേരാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. നമ്മളിപ്പോൾ വാർത്തയിൽ കണ്ടിരിക്കുന്നത് തന്നെയാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ക്വിക്കൻസ് ടു 9.5. മീൻസ് ആ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഈ പറഞ്ഞ പോലെ എത്രയാണ്? 5.1%. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ റീറ്റെയിൽ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. ഈ ഇൻഫ്ലേഷനാണ് നമ്മൾ ഏതിലൂടെ കണ്ടുപിടിക്കുന്നത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലൂടെ കണ്ടുപിടിക്കുന്നത്. സോ അത് പബ്ലിഷ് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കുക. ഇപ്പോൾ കറണ്ട്
കറന്റ് വാർത്ത വന്നിരിക്കുന്നത് 5.1%. അപ്പോൾ ഇവിടെ തന്നെ ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തരംതിരിക്കാം. വോളറ്റൈൽ കമ്പോണൻസും നോൺ വോളറ്റൈൽ കമ്പോണൻസും ഉണ്ട്. എന്താണ് വോളറ്റൈൽ കമ്പോണൻസ്? വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ എപ്പോഴും വില മാറുന്ന ഏതിനാണ്? ഫുഡ് ഐറ്റംസിനും അതേപോലെ ഫ്യൂവൽ, പെട്രോൾ, ഡീസൽ പോലുള്ള ഫ്യൂൽ ഐറ്റംസിനും. അപ്പോൾ അവയാണ് വോളറ്റൈൽ കമ്പോണൻസ്. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്നും വില മാറാത്ത വസ്തുക്കൾ. സോ ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ നമ്മൾ വോളറ്റൈൽ കമ്പോണൻസിന് ഇൻഫ്ലേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും? കോർ ഇൻഫ്ലേഷൻ കിട്ടും. സോ നമ്മുടെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നിന്നും വോളറ്റൈൽ കമ്പോണൻസിന്റെ ഇൻഫ്ലേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് കിട്ടുന്നത്? കോർ ഇൻഫ്ലേഷൻ. അപ്പോൾ കോർ ഇൻഫ്ലേഷൻ സൂചിപ്പിക്കുന്ന അവയുടെ വില എന്നും മാറത്തില്ല. പക്ഷേ അവയുടെ വില മാറിക്കഴിഞ്ഞാൽ ഇക്കണോമിയിൽ മൊത്തത്തിൽ പൊതുവായിട്ട് വിലക്കയറ്റം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമ്മൾ നോക്കിയും മൊത്തത്തിലുള്ള ഇൻഫ്ലേഷൻ അഥവാ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ 5.1% ആണ്. ഫുഡ് ഇൻഫ്ലേഷൻ എത്രയായി ഇപ്പോൾ നിൽക്കുന്നത്? 9.4%ലാണ് ഫുഡ് ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. വളരെ കൂടുതലാണ് ഈ തുക എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ നമ്മൾ അലോ ചെയ്തിരിക്കുന്ന ഓവറോൾ ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 4% ആണ്, 4%. ഇതിന് നമ്മൾ ഈ 4% തന്നെ നിർത്താൻ എപ്പോഴും പറ്റത്തില്ലാത്ത ഒരു ലെവൽ കൊടുത്തിട്ടുണ്ട്, +or-2 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലെവൽ പറയുവാണെങ്കിൽ 2 to 6%. 4നോട് 2 കുറഞ്ഞ് 2, 4നോട് 2 കൂടി കഴിഞ്ഞാൽ 6%. അപ്പോൾ 2 to 6% ലെവൽ പറയുവാണെങ്കിൽ, ലിമിറ്റ് പറയുവാണെങ്കിൽ 4% ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ നിലവിൽ പറയുവാണെങ്കിൽ ഇത് 5.1 ആണ്, മീൻസ് വിത്തിൻ ദ ലെവലാണ്. 2 to 6ന്റെ വിത്തിൻ ലെവലാണ്. ബട്ട് 4നോട് എടുത്തിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് ലെവലായ 4നോട് അപ്രോച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആ പോയിന്റ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇൻഫ്ലേഷൻ ഉള്ളത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ CPI ഇൻഡെക്സിലൂടെ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലൂടെ പബ്ലിഷ് ചെയ്യുന്ന ഓവറോൾ ഇവിടുത്തെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ സൂചിപ്പിക്കുന്നു. ഈ ഒരു ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നിന്നും വോളറ്റൈൽ കമ്പോണൻസിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പേരാണ് കോർ ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പബ്ലിഷ് ചെയ്യപ്പെടുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ വിത്ത് റെസ്പെക്ട് ആണ്, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടല്ല. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് റിപ്പോർട്ടൊന്നും ഇവിടെ പബ്ലിഷ് ചെയ്യുന്നില്ല. ഇതെല്ലാം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ പബ്ലിഷ് ചെയ്യുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പബ്ലിഷ് ചെയ്യുന്ന നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും നമ്മുടെ കോർ ഇൻഫ്ലേഷനും ഒക്കെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം ഓർക്കുക. ഇനി ഇൻഫ്ലേഷൻ ടാർഗറ്റ് ലെവൽ എത്രയാണ്? 4%. ടാർഗറ്റ് പോയിന്റ് 4%. ടാർഗറ്റ് ലെവൽ 2 to 6% ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടോപ്പിക് വൈസ് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി ഞാനിവിടെ പ്രിലിംസിന്റെ MCQ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തൊട്ടുമുമ്പ് കണ്ട സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 3 സ്റ്റേറ്റ്മെന്റും വായിച്ച് മനസ്സിലാക്കിയിട്ട് എത്ര എണ്ണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോവ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റും വായിച്ചിട്ട് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആൻസറിന്റെ ഈ പറഞ്ഞ പോലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്